ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള ഭീമാപള്ളിയാണ്. ഇതാണ് ഭീമാപള്ളിയുടെ മെയിൻ ഗേറ്റ്. ഈ ഭീമാപള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് ധാരാളം കടകളുണ്ട്. ഈ കടകളിലൊക്കെ ധാരാളമായിട്ട് തുണികൾ, പിന്നെ സിനിമയുടെ CD, പെർഫ്യൂംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടെയാണ്. നമുക്ക് ഈ ഭീമാപള്ളിയിൽ എത്താനായിട്ട് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് ബസ് സർവീസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. നമുക്ക് പോകണമെങ്കിൽ ഓട്ടോയും നമുക്ക് വിളിച്ച് പോകാവുന്നതാണ്. ഓട്ടോയും പിന്നെ ഓരോ സമയം ഇടവിട്ട് ഇവിടെ ബസ് സർവീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഭീമാപള്ളിയുടെ ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഷോപ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഓരോ നല്ല മുത്തുമാലകൾ, പിന്നെ ഈ പഠിക്കാനുള്ള ഖുറാൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല കുറേ ടോയ്സ്, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ചായ, സ്നാക്സ്, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. എല്ലാവരും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പം. ഭീമാപള്ളിയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭീമാപള്ളി ഏതാണ്ട് 500ഓളം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഭീമാപള്ളി ഇവിടെ ഉള്ളത്. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇവിടെ ഉള്ളത്, പ്രവാചകനായ നബിയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യയിൽ നിന്ന് വന്ന സൈദത്തുൻ നിസ ഭീമ ബീബിയും അവരുടെ മകനായ സയ്യിദ് സുഹൈദ് മാഹീൻ അബൂബക്കറും ഈ 2 പേരുടെ കബറാണ് നമ്മുടെ ഭീമാപള്ളിയിലുള്ളത്. ഇസ്ലാമിക മത പ്രബോധനവുമായി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഭീമ ബീവിയും അവരുടെ മകന് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തിരുവല്ലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർ 2 പേരും നല്ലൊരു വൈദ്യന്മാരും കൂടെയായിരുന്നു. എല്ലാത്തരം അസുഖങ്ങൾക്കും മാരാരോഗങ്ങൾക്കും വരെ അവരിൽ മരുന്നുകൾ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് ധാരാളം ആൾക്കാർ ഇവരെ തേടി വരികയും ഇവരുടെ പരിചരണം മൂലം അവരെ അസുഖം ഭേദപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം അക്കാലത്ത് കുറെ ആൾക്കാർ മതം മാറി ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പക്ഷെ അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക് അവരിടയിൽ ഇത്തിരി എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് തടയണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അവർ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ സമീപിക്കുകയും ഇവരിവിടെ നിന്ന് ഓട്ടിക്കാനായിട്ട് നാട്ടുപ്രമാണിമാർ നിരന്തരമായിട്ടുള്ളൊരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിൻ്റെ നിർബന്ധപ്രകാരം അവരൊരു പുതിയ നിയമം കൊണ്ടുവന്നു. അതായത് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് കര കൊടുത്ത് ഇവിടെ താമസിക്കാന്നുള്ളൊരു നിയമമായിരുന്നു അവരെ നടപ്പിലാക്കിയത്. ഇത് ചോദിച്ചുകൊണ്ട് അവർ ഭീമ ബീബിയുടെ അടുത്തും മാഹീൻ അബൂബക്കറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവരിതിന് എതിരായിട്ട് അവർ തർക്കിക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും കരം കൊടുക്കേണ്ട കാര്യം അവർക്കില്ലെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും ഇത് പിന്നെ ഒരു വലിയൊരു ലഹളയ്ക്ക് തന്നെ ഇടവരുത്തിയിരുന്നു. അങ്ങനെ അവർ മാഹീൻ അബൂബക്കറിനെ ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞ് 41 ദിവസത്തിന് ശേഷം നമ്മുടെ ഭീമ ബീബി മകൻ നഷ്ടപ്പെട്ട സങ്കടം മൂലം മരിക്കുകയായിരുന്നു ഉണ്ടായത്. ഇതൊക്കെയാണ് ഭീമാപള്ളിയുടെ ചരിത്രം നമ്മൾ വായിച്ചപ്പോൾ കിട്ടിയത്. ഇവിടെ ഈ ഭീമാപള്ളിയിലാണ് അവർ 2 പേരുടെ ഖബർ ഇവരെ അടക്കിയിരിക്കുന്നത്. ഇവിടെ ധാരാളം മറ്റുള്ള വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. അവരെല്ലാവരും വരുന്നത് നമ്മുടെ ഈ അസുഖങ്ങളും അതൊക്കെ മാറാൻ വേണ്ടി കൂടെയാണ്. ഇവിടെ മെയിനായിട്ട് 2 കിണറുകളുണ്ട്. 2 മരുന്ന് കിണറിലും ഒരു കിണറ്റിൽ ചൂടുവെള്ളവും ഒരു കിണറ്റിൽ തണുത്ത വെള്ളവും എന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഈ 2 മരുന്ന് കിണറുകളും ഒരിക്കലും വറ്റിയിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഭീമാപള്ളിയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു കടൽപ്പുറം ഉള്ളത്. നമ്മുടെ കടൽപ്പാലവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അവിടെയൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കടൽപ്പാലം. നമുക്ക് ഈ കടൽപ്പാലത്ത് ഇപ്പോൾ കയറാനുള്ള ഒരു സാഹചര്യമില്ല, കാരണം അതൊരു അപകട നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പിള്ളേർ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെയോ വൈകുന്നേരമോ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. കടലിൽ നിന്ന് ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കുന്ന മീനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം.
ഇതൊക്കെയാണ് ഭീമപള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.